ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു ഉത്സവ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവം നടന്നുകൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോകുമെന്ന്. വിഷുവിളക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വിഷുവിന് തുടങ്ങിയതാണ്. വിഷുവിൻ്റെ തലേ ദിവസം കൊടിയേറിയ ഉത്സവമാണ്. 7 ദിവസത്തെ ഉത്സവമുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പം 20-ാം തീയതി ഏപ്രിൽ 20-ന് രാവിലത്തെ തടമ്പുത്സവത്തോടു കൂടി ഉത്സവം സമാപിക്കും. ഇവിടെ പൊതുവെ ആനുത്സവമാണ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ 2 ദിവസം വന്നിനായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ എല്ലാ ദിവസവും വന്നിനി. ഇപ്രാവശ്യം അങ്ങനെ വന്നിട്ടില്ല, 2 ദിവസം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ വെടി കാണാനെല്ലാം വന്നിനായിരുന്നു. അപ്പം ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത് 5-ാമത്തെ ദിവസമാണ്. അപ്പം 5-ാമത്തെ ദിവസം വെടിക്കെട്ടില്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം വന്നിട്ട് 2 ദിവസം വന്നേരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ വരെ കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നാകുമ്പം തിരക്ക് കുറച്ച് കുറയുന്നില്ല പ്രതീക്ഷയിലാണ് വന്നേ. അപ്പോൾ എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. എന്നാലും നടക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാണ്. ഇത് ചെറുകുന്ന് ടൗണിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഉള്ളോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നടക്കുമെന്ന്. ഇഷ്ടംപോലെ ചന്തയെല്ലാം ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും നിറച്ചും സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വന്നേരെല്ലാം കുറേയെല്ലാം എന്തെല്ലാം മേടിച്ചിനി. പാറുവിന് എന്തായാലും ചന്ത കണ്ടാൽ വിടൂല. അപ്പോൾ ഇനിയിപ്പം പോകുമ്പോൾ എന്തെങ്കിലും ആയിട്ടെല്ലാം വാങ്ങേണ്ടിയെല്ലാം വരും. ഇതിപ്പം ലാസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും പൈസ കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. ചന്തവാരൽ എന്നാണ് പറയുക നമ്മളെല്ലാം, ചന്തവാരാൻ പോക്കെന്ന്. നമ്മൾ പറയുന്ന പൈസക്ക് നമുക്ക് സാധനം കിട്ടും. ഇപ്പം പിന്നെ പകൽ ഈ ചൂടിനൊന്നും ആരും അങ്ങനെ വരാനൊന്നും മെനക്കെടില്ല. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പൊതുവേ ഇവിടെ ആന ഉത്സവമാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ആന കുറച്ച് ഇടഞ്ഞിന് നല്ല ചെറിയൊരു പ്രശ്നമാക്കിയിട്ട് എല്ലാ ആനേനെയും മാറ്റുക ചെയ്തത്. അപ്പോൾ ഇന്ന് ആനുത്സവം ഇല്ല. ആദ്യമായിട്ടാണ് നമ്മൾ ആനുത്സവം ഇല്ലാണ്ട് കാണുന്നത്. അപ്പം നമ്മൾ വന്നാൽ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആനുത്സവമാണ്. അപ്പോൾ ആനയില്ലാത്തൊരു ഉത്സവം കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. അപ്പം ഇങ്ങനെ പ്രശ്നമെല്ലാം ഇല്ലാതുകൊണ്ടാണ് തോന്നുന്നു അധികം അങ്ങനെ തിരക്കൊന്നുമില്ല വട്ടപ്പന്തലിൽ. നമ്മൾ കുറച്ച് നേരം നിന്ന് ഉത്സവമെല്ലാം കണ്ടു. അപ്പോൾ കുറച്ച് നേരം ഉത്സവം കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ പന്തലിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്, അധിക നേരം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആറ് പിന്നെ ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമാക്കി. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ സുഹൃത്ത് വേദീൻ്റെ വക കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ഇവർ 12 വർഷമായിട്ട് ഇതേപോലെ ഇരുന്ന് സൗജന്യമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. നല്ല നന്നാറിയെല്ലാം നാരങ്ങ വെള്ളമാണ്. അപ്പോൾ അതെല്ലാം വാങ്ങി കുടിച്ച് അത് കഴിഞ്ഞേരം പാറു വിശക്കുന്നതെന്ന് പറഞ്ഞു. ഓക്ക് പിന്നെ
പുറത്തെത്തി കഴിഞ്ഞാൽ വിശപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടെ കോളിഫ്ലവറും മുളക് ബജിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് വേണം നിർത്തി നമ്മളത് വാങ്ങിയിട്ട് തിന്നലാണ്. മോൾക്കിഷ്ടം കോളിഫ്ലവറാണ്, അപ്പോൾ അത് വാങ്ങി. അങ്ങനെ നമ്മൾ കോളിഫ്ലവറെല്ലാം തിന്നു. ഞാൻ മുളക് ബജി വാങ്ങിയിന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചന്തയെല്ലാം കണ്ട് നടക്കലായി. ഇഷ്ടംപോലെ സ്റ്റാളുണ്ട് ഇവിടെ. പിന്നെ അതെല്ലാം കണ്ട് കുറച്ച് നേരം നിന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം ഉത്സവം കണ്ടിട്ട് മടങ്ങലായി. അപ്പോൾ നമ്മളും വീട്ടിലേക്ക് പോക്കാന്ന്. സമയം കുറേ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.